സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ കുറച്ച് ടോപ്പിക്സിന് ബന്ധപ്പെട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ ടോപ്പിക്സ് എന്ന് പറയുന്നത് മീൻ, മീഡിയൻ മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോറിലേഷൻ, കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ആൻഡ് ലീനിയർ റിഗ്രഷൻ. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. മീൻ, മീഡിയൻ മോഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the mean of the first 99 natural numbers? ആദ്യത്തെ 99 നാച്ചുറൽ നമ്പേഴ്സിന്റെ മീൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. സം ഓഫ് ദ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ സം എന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് 99 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണ്. അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n നാച്ചുറൽ നമ്പേഴ്സിന്റെ ഇക്വേഷൻ n into n plus 1 by 2. ഇവിടെ n equal to 99 ആണ്. That is 99 into 99 plus 1 divided by 2. Mean ആണെങ്കിൽ ഇത് വരും all divided by total number of values എത്രയാണ്? 99 അല്ലേ? Divided by 99. ഈ 99ഉം ഈ 99ഉം cancel ആയി പോകും. ബാക്കി വരുന്നത് എന്താണ്? 99 plus 1, that is 100 by 2, that is 50. And option C is the answer. Okay. Next question. If the mean of 10 numbers is 96 and one of the number is 150, then what is the mean of the remaining 9 numbers? അതായത് നമുക്കൊരു 10 നമ്പറിന്റെ മീൻ തന്നിട്ടുണ്ട്, അത് 96 ആണ്. അതിലെ ഒരു നമ്പർ, ആ 10 നമ്പറിലെ ഒരു നമ്പർ 150 ആണ്. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് എത്ര നമ്പർ ഉണ്ടാവും? 9. ആ 9 നമ്പേഴ്സിന്റെ മീൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ മീൻ 96 ആണ്, n equal to 10 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 10 നമ്പേഴ്സിന്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 10 into 96 ആയിരിക്കും അല്ലേ? കാരണം എങ്ങനെയാ? മീൻ എന്ന് പറഞ്ഞാൽ 96 by 10 അല്ലേ? സോറി, 96 by 10 അല്ല, ടോട്ടൽ ബൈ 10 ആണ്. അപ്പൊ ടോട്ടൽ ഈക്വൽ ടു മീൻ ഇൻറ്റു n, ദാറ്റ് ഈസ് 96 into 10, 960. ഇനി പറയുന്നുണ്ട് ഒരു നമ്പർ 150 ആണ്, ഒരു നമ്പർ. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് 9 നമ്പേഴ്സിന്റെ സം എന്തായിരിക്കും? ഈ 960 ആ 150 മൈനസ് ചെയ്താൽ മതി. അതെത്ര? 810 ആണ്. ഇനി ഈ 810 എന്ന് പറയുന്നത് സം ഓഫ് റിമൈനിങ് നമ്പേഴ്സ് ആണ്. അതിന്റെ മീൻ കിട്ടണമെങ്കിൽ ഈ സം ഡിവൈഡഡ് ബൈ ആ 9 ചെയ്താൽ മതി. It is 810 divided by 990. That is option D is the answer. A random sample of 24 people is classified in the following table according to their ages. What is the mean age of this group of people? അതായത് ഒരു ടേബിളിലെ ഏജ് തന്നിട്ടുണ്ട്. 10 to 20 ഏജ് ലിമിറ്റിൽ 4 പേരുണ്ട്, 20 to 30 ഏജ് ലിമിറ്റിൽ 6, 30 to 48, 40 to 52, 50 to 64. അങ്ങനെയാണെങ്കിൽ ഈ ടേബിളിന്റെ മെയിൻ ഏജ് എന്തായിരിക്കും എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് വേണം? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു ടേബിളും കൂടി ഇതിൽ ആവശ്യമാണ്. ഈ ഫ്രീക്വൻസിയും ഈ എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എന്താണ് എക്സ്? ഓരോ ഏജ് ഗ്രൂപ്പിന്റെയും മീൻ ആണ് ഈ എക്സ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. 10 to 20 മീൻ ഏജ് 15 ആവും, 20 to 30 25, 30 to 40 35, 40 to 50 45, 50 to 60 55. ഈ ഫ്രീക്വൻസി എല്ലാം ആഡ് ചെയ്താൽ നമുക്ക് 24 കിട്ടും. ഈ എക്സും എഫും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, എക്സ് ഇൻറ്റു എഫ് കിട്ടുക. ദാറ്റ് ഈസ് 4 into 15 എന്ന് പറഞ്ഞാൽ 60, 6 into 25 150, 8 into 35 280, 2 into 45 90, 4 into 55 220. ഇതിന്റെ സമ്മേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 800 കിട്ടും. അപ്പൊ നമുക്ക് എന്താ എളുപ്പമാണ്? മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് അല്ലേ? ഇവിടെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, സിഗ്മ എക്സ് എഫ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ആണ്. 800 divided by 24, that is 33.3. Option B is the answer. Next question. Find a median of the given set of numbers. ഏതൊക്കെയാണ് നമ്പർ? 2 6 6 8 4 2 7 9. ഇപ്പൊ മീഡിയൻ കാണണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അസെൻഡിങ് ഓർഡറിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? 2 2 4 6 6 7 8 9. ഇതിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 നമ്പേഴ്സ് ഉണ്ട്. 8 എന്ന് പറയേണ്ട ഒരു ഈവൻ നമ്പറാണ്. അപ്പൊ അതിന്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മിഡിലിൽ നമുക്ക് എത്ര വരും? 2 നമ്പർ, 8ന്റെ പകുതി, അതായത്
n by 2 എന്ന് പറഞ്ഞാൽ 4ഉം 5ഉം ഫോർത്ത് വാല്യൂം ഫിഫ്ത്ത് വാല്യൂം നോക്കിയാൽ മതി. 1 2 3 4 ഫോർത്ത് വാല്യൂം ഫിഫ്ത്ത് വാല്യൂം അത് 6 ആണ്. 6 + 6 by 2 അതിന്റെ മീൻ എന്ന് പറഞ്ഞാൽ 6 തന്നെ. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസിന്റെ മീൻ എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഓപ്ഷൻ എ ആണ് ആൻസർ. Let n denote the median of the following frequency distribution, then 20m is equal to. നോക്കാം, ഇത് ഗ്രൂപ്പ്ഡ് ഡാറ്റയാണ് അല്ലേ. ഒരു ഗ്രൂപ്പ് ഒരു ക്ലാസ് തന്നിട്ടുണ്ട്, അതിന്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അങ്ങനെ ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ മീഡിയൻ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് മീഡിയൻ ഈസ് ഈക്വൽ ടു L + n/2 - c ഡിവൈഡഡ് ബൈ f ഇൻറ്റു h. L എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ്, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, f frequency of the median class, h is the class size, c എന്ന് പറഞ്ഞാൽ cumulative frequency of class preceding the median class. അപ്പോൾ നമുക്ക് നോക്കാൻ എങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ആ ടേബിളിലെ ക്ലാസ്സും ഫ്രീക്വൻസിയും ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതണം. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 3 അല്ലേ, 3യുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ക്ലാസ്സിന്റെ 0 to 4 3 തന്നെ. 4 to 8 അതെന്ത് വരും, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 3 + 9 12. അടുത്തതിൽ എന്ത് വരും, 12 + 10 22, then 22 + 8 30, then 30 + 6 36. അപ്പോൾ ഇതിൽ എത്ര ഒബ്സർവേഷൻ ഉണ്ട്? ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലെ ലാസ്റ്റ് റോയിൽ വരുന്ന ആ ലാസ്റ്റ് വാല്യൂ ആയിരിക്കും n എന്ന് പറഞ്ഞാൽ 36 ആണ്. then n/2 18. മീഡിയൻ ക്ലാസ്സിന് കണ്ടുപിടിക്കണം. 18 എന്ന് പറയുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഏത് ക്ലാസ്സിലാണ് വരുന്നത് നോക്കാം. ഇവിടെ 3ൽ വരും 18, ഇല്ല. 12ൽ 18 വരില്ല, 22ൽ 18 വരും അല്ലെ. ഈ റേഞ്ചിൽ 8 to 12 ക്ലാസ് എന്ന് പറയുന്നതിലാണ് 18 വരാനുള്ള ചാൻസ്. അപ്പൊ ഇതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ് 8 to 12. അപ്പൊ അതിലെ എഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ എഫ് എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസ്സിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി, ദാറ്റ് ഈസ് 10. എച്ച് എന്ന് പറഞ്ഞാൽ ക്ലാസിന്റെ സൈസ് എത്രയാണ്, 4 ആണ് അല്ലെ. 0 to 4 4 to 8 8 to 4 4 ആണ് എന്റെ സൈസ്. ദെൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അതായത് മീഡിയൻ ക്ലാസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയുടെ പ്രിസീഡിങ് ക്ലാസിന്റെ ഫ്രീക്വൻസി. അതായത് മീഡിയൻ ക്ലാസ്സിന് തൊട്ട് മുമ്പത്തെ ക്ലാസിന്റെ ഫ്രീക്വൻസിയാണ് സി, ദാറ്റ് ഇസ് 12. എൽ എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ക്ലാസിന്റെ 8 to 12 എന്ന് പറഞ്ഞാൽ 8 ആണ് ലോവർ ലിമിറ്റ്. അപ്പൊ L = 8. ഈ വാല്യൂസ് മുഴുവൻ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ വരുന്നത് എന്താണ്, m = 10.4 വരും. ദാറ്റ് ഈസ് 20m ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് 20 × 10.4 208. ഓപ്ഷൻ ഡി ആണ് ആൻസർ. Okay. If the mean and mode of some data are 4 and 10 respectively, its median will be. മീനും മോഡും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മീഡിയൻ എന്താണെന്നാണ്. അതായത് ഇത് ഈ മൂന്ന് മീൻ മീഡിയൻ മോഡ് മൂന്നും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ്. മോഡ് = 3 മീഡിയൻ - 2 മീൻ. അപ്പൊ അതിൽ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് മോഡ് 10 ആണ് തന്നിട്ടുണ്ട്. 10 = 3 median - 2 × mean 2 × 4. Then median = 18 - 3 6. Answer option D. 6 ആണ് ആൻസർ. അപ്പോൾ ഈ ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ. റിലേഷൻ അറിയണം, മീനും മോഡും മീഡിയനും തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ. വാട്ട് ഈസ് ദ മോഡ് ഓഫ് ദ ഗിവൺ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്? ഓക്കെ, ഇതിലേതാ 115 90 110 85 110 102 90 110 80 110 90 102. നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ വരുന്നുണ്ട് ഏതാ 110 ആണ് കൂടുതൽ നമ്മൾ റീഡ് ചെയ്തത് അല്ലേ. നമുക്ക് 110 1 2 3 4 തവണ 110 വരുന്നുണ്ട്. 90 1 2 3 ടൈംസ് ചെയ്യുള്ളൂ. 85 ആണ്, ബാക്കിയുള്ളത് അത്രയില്ല. അപ്പോൾ 110 ആണ് മോഡായിട്ട് വരുന്നത്. മോഡ് എന്ന് പറഞ്ഞാൽ എന്താ, ദ മോസ്റ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് അല്ലെ. എത്ര ഫ്രീക്വന്റ് ആയിട്ട് ഏത് നമ്പർ ആണ് ഒക്കർ ചെയ്യുന്നത് അതാണ് ആ ഡാറ്റ സെറ്റിന്റെ മോഡ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇഫ് ദ മോഡ് ഓഫ് 8 5 7 7 9 2 9 ആൻഡ് x is 9 then x. ഓക്കെ, നമ്മുടെ സെറ്റ് മോഡ് ഓഫ് ഡാറ്റയുടെ മോഡ് 9 ആണ്. ഈ സെറ്റ് ഓഫ് ഡാറ്റയുടെ മോഡ് 9 ആണ്. പക്ഷെ അതിലൊരു അൺനോൺ എക്സ് ഉണ്ട്. എങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കുക. അപ്പൊ ഇവിടെ 7 2 ടൈംസ് ഉണ്ട്, 8 1 ടൈം, 15 1 ടൈം, 2 1 ടൈം, 9ഉം
2 times ഓൾറെഡി ഉണ്ട്. ഇനി നമുക്ക് തന്നിട്ടുണ്ട് മോഡ് 9 ആണെന്ന്. അപ്പൊ മോഡ് 9 ആണെങ്കിൽ ആവണമെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 9 ആവണം. എങ്കിൽ മാത്രമാണ് അത് 3 ടൈംസ് വരുള്ളൂ. കാരണം 7ഉം 2 ടൈംസ് ആണ്, 9ഉം 2 ടൈംസ് ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ 9 ഒന്നും കൂടി കൂടുതൽ വന്നാൽ മാത്രമേ മോഡ് 9 ആവുള്ളൂ. അപ്പൊ എക്സ് 9 ആവാം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 9 ആണ് ഇതിന്റെ മോഡ്. If x is the mean of data 3, 8, 2 and 4, then the mode is. അതായത് ഈ ഡാറ്റ തന്നിരിക്കുന്ന ഡാറ്റയുടെ മീൻ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ മോഡ് എന്താണ്? മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്. ദാറ്റ് ഈസ് 9 പ്ലസ് എക്സ് ബൈ 4 ആണ് എക്സ്. അപ്പൊ 3x ഈക്വൽ ടു 9, എക്സ് ഈക്വൽ ടു 3 ആവും. അപ്പൊ നമ്മുടെ ഡാറ്റ എന്ത് വരും? 3, 3, 2, 4. അപ്പം ഏറ്റവും കൂടുതൽ ടൈംസ് ഓക്കർ ചെയ്യുന്നത് ഏതാണ്? 3 ആണ്. അപ്പൊ മോഡ് ഈക്വൽ ടു 3. ആൻസർ ഈസ് ഓപ്ഷൻ എ. മെയിൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഐ ബൈ എൻ അങ്ങനെ ചെയ്യുന്നതാണ്. ദാറ്റ് ഇസ് 3 പ്ലസ് എക്സ് പ്ലസ് 2 പ്ലസ് 4 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോഴാണ് എക്സ് ഈക്വൽ ടു 3 വരുന്നത്. If the standard deviation of a data is 0.012, find the variance. Standard deviation variance തമ്മിലുള്ള റിലേഷൻ എന്താണ്? Standard deviation is equal to square root of variance ആണ്. That is variance equal to standard deviation the square root എടുത്താൽ മതി. That is 0.012 the whole square. That is 0.000144. Option B is the answer. ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. 0.00144 അല്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. If the standard deviation of the numbers 2, 4, 5 and 6 is a constant A, then find the standard deviation of the numbers 4, 6, 7, 8. അതായത് ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആ നമ്പേഴ്സിൽ ആകെ ഒരു 2 കൊണ്ട് ആ ഡാറ്റേഴ്സിലെ 2 കൊണ്ട് ആഡ് ചെയ്തേക്കാണ് അല്ലേ? നമ്മളൊരു സീക്വൻസ് ഓഫ് ഡാറ്റയിൽ അഡീഷനോ സബ്ട്രാക്ഷനോ നടന്നാൽ അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് വേരിയേഷൻ വരില്ല. ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ സെയിം ആയിരിക്കും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എ തന്നെയായിരിക്കും ആൻസർ. ഓപ്ഷൻ ഡി. The change in which of the following terms does not affect the standard deviation? X, A origin, B scale, C origin and scale. Option D neither origin and nor scale. Option A ആണ് origin. Change in origin affect ചെയ്യില്ല, പക്ഷെ സ്കെയില് എഫക്ട് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മള് ഒരു ഡാറ്റ സെറ്റിനെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചേഞ്ച് ചെയ്യും. ഓക്കെ, അതാണ് ചേഞ്ച് ഇൻ സ്കെയിൽ affected by the standard deviation is affected by scale എന്ന് പറയുന്നത്. What is the standard deviation of the given data? That is 3, 8, 4, 5, 9 and 13. ഇതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഇക്വേഷൻ സിഗ്മ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ഐ ബൈ എൻ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1, 2, 3, 4, 5, 6. എൻ ഈക്വൽ ടു 6 ആണ്. സിഗ്മ എക്സ് ഐ ബൈ എൻ വരും. അതായത് ഇത് മൊത്തം ആഡ് ചെയ്യുക. 3 പ്ലസ് 8 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 9 പ്ലസ് 13 ഡിവൈഡഡ് ബൈ 6. എക്സ് ഐയുടെ തന്നിരിക്കുന്ന മീൻ കാണുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 7 വരും. ഇനി സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ എൻ, അതായത് ഓരോ ടേമിന്റെയും സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്യുക. 3 സ്ക്വയർ 9, 8, 64, 4, 16, 5, 25, 9, 81, 13, 169. അത് ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 6 ചെയ്താൽ 60.66 വരും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇതേ -7 സ്ക്വയർ ആണ്. റൂട്ട് ഓഫ് 60.66 -7 സ്ക്വയർ. ദാറ്റ് ഈസ് 3.41. That is option D is the answer. 3.41. Two variables x and y have negative correlation coefficient of -0.42. The proportion of variance common to both the variables will be. Okay. അതായത് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ തന്നിട്ടുണ്ട്. R എന്ന് പറഞ്ഞാൽ -0.48 ആണ്. പ്രൊപ്പോർഷൻ ഓഫ് വേരിയൻസ് ആണ് കാണേണ്ടത്. ഇത് തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ R square equal to R square into 100 ആണ്. That is -0.48 the whole square into 100. That is 0.2304 into 100.
That is 23.04% R square percentage. That is R square is equal to 0.23. Okay, option A ആണ് answer. If two variables x and y have significant negative correlation, which of the following statement is true? That is x and x causes variation in y, y causes variation in x and y vary together, x and y cause each other to vary. അതായത് എന്താ പറയുന്നത്, എക്സിനും വൈക്കും നെഗറ്റീവ് കോറിലേഷൻ ആണ്, അങ്ങനെയാണെങ്കിൽ എന്താ എക്സ് ആൻഡ് വാരി ടുഗദർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. When the relation of three or more variables is studied simultaneously, it is called. Three or more variables ആണെങ്കിൽ അത് മൾട്ടിപ്പിൾ കോറിലേഷൻ ആണ്. only two വേരിയബിൾ ആണെങ്കിൽ അത് സിമ്പിൾ കോറിലേഷൻ ആയതിനെ. ഓപ്ഷൻ സി ആണ് ആൻസർ. Coefficient of correlation lies always between 0 and +1, -1 and 0, -1 and +1, none of these. Option C, -1 and +1 ആണ് ആൻസർ. Coefficient of correlation lies between -1 and +1. For a bivariate data set on xy, if the mean, standard deviation and correlation coefficient are x bar 1, y bar 2, sx3, sy9 are 0.8, then the regression line of y on x is. നമുക്ക് നോക്കാം. The regression line of y on x is, it is given as an equation ആണ് y minus y bar equal to r into sigma y into x minus x bar given divided by sigma x. അപ്പോൾ y bar തന്നിട്ടുണ്ട്, x bar തന്നിട്ടുണ്ട്, then r തന്നിട്ടുണ്ട്, sigma y ഉം sigma x ഉം തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. ആ y ഈക്വൽ ടു എന്ന് പറയുന്ന ടേംസിലേക്ക് മാറ്റുകയാണ്. That is y minus 2 equal to 2.4 into x minus 1. That is y equal to 2 plus 2.4 into x minus 1. Answer option C. In the regression model, y equal to a plus bx, where x bar equal to 2.5, y bar equal to 5.5 and a equal to 1.5. X bar and y bar denote mean of variables x and y, and a is a constant. Which one of the following values of parameter b of the model is correct? Okay. അതിന് ഈ മോഡൽ റിഗ്രഷൻ മോഡൽ ലീനിയർ റിഗ്രഷൻ മോഡലാണ് y ഈക്വൽ ടു a പ്ലസ് ബി എക്സ് എന്ന് പറയുന്നത്. അതിൽ ബി എന്ന് പറയുന്നത് മാത്രമാണ് അൺനോൺ ആയിട്ടുള്ളത് ഈ ക്വസ്റ്റ്യനിൽ. അപ്പൊ നമ്മൾ ബി കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഇക്വേഷനിലെ ബാക്കി എല്ലാ വാല്യൂസും കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 5.5 equal to 1.5 plus b into 2.5. Then b equal to 4 divided by 2.5, which is equal to 1.6. Option B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Next question. If the correlation between two variables is 0, it implies that. Option A, two variables are independent. Option B, two variables do not have negative correlation. Option C, the two variables are not linearly related. Option D, all of the above. അതായത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ 0 ആണെന്നുണ്ടെങ്കിൽ അത് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ. ദ ടു വേരിയബിൾസ് ആർ നോട്ട് ലീനിയർലി റിലേറ്റഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സ്ലൈഡിലൂടെ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോറിലേഷൻ, കാൾസ് പിയേഴ്സൺസ് കോഎഫിഷ്യന്റ്, ലീനിയർ റിഗ്രഷൻ, ഇത്രയും ടോപ്പിക്സിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.